ലാസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ റെഡ്മിയുടെ ഒരു കെ സീരീസ് ഇറങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി, ഏകദേശം ഒരു കൊല്ലമായി. എന്നാൽ ഇന്ത്യയിൽ റെഡ്മി കെ സീരീസ് ഒരു കംബാക്ക് നടത്താൻ പോവാണ്. യെസ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റെഡ്മി K90 Pro Maxനെ കുറിച്ചാണ്. iQOO 15, OnePlus 15 എന്നിങ്ങനെ 50K ബഡ്ജറ്റിലുള്ള എല്ലാ ഫ്ലാഗ്ഷിപ്പ് മൊബൈൽസിന്റെ കൂടെയും ഈ ഒരു ഫോൺ ഫേസ് ടു ഫേസ് നിൽക്കുന്നുണ്ടാവും. ആൻഡ് ഇതിനകത്ത് വലിയ വലിയ സർപ്രൈസുകളും ഉണ്ട്. സോ അതൊക്കെ എന്താണെന്ന് നോക്കാം. So let's jump into our 5 minutes review. ഞാൻ അക്കു. Welcome to Akkus View. ആസ് യൂഷ്വൽ, ഡിസൈൻ ആൻഡ് ബിൽഡ്. ആദ്യം നമുക്ക് ആ സർപ്രൈസ് തന്നെ ബ്രേക്ക് ചെയ്യാം. ഈ ഒരു ഫോൺ വരാൻ പോകുന്നത് ഒരു സബ് വൂഫറോട് കൂടിയാണ്. എ സബ് വൂഫർ അറ്റ് ബാക്ക് പവേർഡ് ബൈ ബോസ്. 2.1 സ്പീക്കർ സെറ്റപ്പോട് കൂടിയാണ് ഈ ഒരു മൊബൈൽ വരുന്നത്. ദെൻ ഇത് 3 കളർ ഓപ്ഷനോട് കൂടിയാണ് വരുന്നത്. ഡെനിം ബ്ലൂ ഉണ്ട്, ആക്ച്വലി നമ്മുടെ ജീൻസിന്റെ സെയിം കളർ. ദെൻ മെറ്റൽ ഫ്രെയിം, ഗ്ലാസ് ബാക്ക്, അത്യാവശ്യം സ്റ്റേഡി ആൻഡ് സോളിഡും ആണ്. ദെൻ ഇതിൽ ഡ്രാഗൺ ക്രിസ്റ്റൽ ഗ്ലാസ് ഡിസ്പ്ലേ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ചൈനീസ് വേരിയന്റ് ആയതുകൊണ്ടാണ് മേ ബി ഇന്ത്യയിൽ വരുമ്പോൾ ഗൊറില്ല ഗ്ലാസ് ആയിട്ടായിരിക്കും വരുന്നത്. ദെൻ വെയിറ്റിലേക്ക് പോകണമെങ്കിൽ 221 grams ആണ് വരുന്നത്. സ്ലൈറ്റ്ലി ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, എന്നാലും ഒരു പ്രീമിയം ലുക്ക് ഒക്കെ ഉണ്ട്. സോ ഡിസൈൻ ആൻഡ് ബിൽഡ് വൈസ് നമുക്ക് ഈ ഒരു ഫോണിന് 8.5 ഔട്ട് ഓഫ് 10 കൊടുക്കാം. ദെൻ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു മൊബൈൽ വരുന്നത് 6.9 ഇഞ്ച് ഫ്ലാറ്റ് 1.5K LTPS ഡിസ്പ്ലേയോട് കൂടിയാണ്. 120 Hz റിഫ്രഷ് റേറ്റും ഉണ്ട്. LTPS ആണ്, LTPO അല്ല. സോ ആ ഒരു സ്മൂത്ത്നെസ് എല്ലാം എക്സ്പെക്ട് ചെയ്താൽ മതി. ദെൻ 120 Hz റിഫ്രഷ് റേറ്റ്. ഇത് ഡൈനമിക് ആയിരിക്കും, അതുകൊണ്ട് തന്നെ 30, 60, 90, 120 എന്നിങ്ങനെ ജമ്പ് ആവുന്നുണ്ടാവും. ദെൻ പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ 3500 nits ആണ്. HDR10+ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ Dolby Vision സപ്പോർട്ടും ഉണ്ട്. Then bezels എല്ലാം thin ആണ്. അതുപോലെ തന്നെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ 93 to 94% വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ ഒരു ഇമ്മേഴ്സീവ് ലുക്ക് തരുന്നുണ്ട്. ഡിസ്പ്ലേ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്. എന്നാൽ ഈ ഒരു ബഡ്ജറ്റിന് LTPO ഡിസ്പ്ലേ കൊടുക്കാമായിരുന്നു. സോ ഈ ഒരു ബഡ്ജറ്റിന് നമുക്ക് 7.5 ഔട്ട് ഓഫ് 10 കൊടുക്കാം ഡിസ്പ്ലേക്ക്. പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് റെഡ്മി വേഴ്സസ് വിവോ ഒരു ഫാൻ ബാറ്റിൽ നടത്തിയാലോ. വിവോ ഫാൻസ് വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് റെഡ്മി ഫാൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. Then coming to performance, ഈ ഒരു മൊബൈൽ വരുന്നത് Snapdragon 8 Gen 5 ചിപ്സെറ്റോട് കൂടിയാണ്. പെർഫോമൻസ് ഫോക്കസ് ചെയ്താണ് റെഡ്മി ഈ ഒരു മൊബൈൽ റിലീസ് ചെയ്യുന്നത്. ദെൻ വേരിയൻസ് നോക്കുകയാണെങ്കിൽ അപ് ടു 16GB RAM ആൻഡ് 1TB സ്റ്റോറേജ് ഓപ്ഷൻ വരുന്നുണ്ട്. LPDDR5X RAM ഉണ്ട്. UFS 4.1 സ്റ്റോറേജ് ഉണ്ട്. ആൻഡ് ആന്റിഡു സ്കോർ 3.5 million to 3.6 million ടച്ച് ചെയ്യുന്നുണ്ട്. ദെൻ ഗെയിമിംഗ് എല്ലാം സ്മൂത്ത് ആൻഡ് സ്റ്റേബിൾ ആണ്. ചൈനീസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ 60 FPS ആണ് ഇപ്പോൾ കിട്ടുന്നത്. ഇന്ത്യൻ വേരിയന്റിൽ നമുക്ക് 90 to 120 FPS അപ്ഡേറ്റോടുകൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ സൂപ്പർ റെസൊല്യൂഷൻ ആൻഡ് ഫ്രെയിം ജനറേഷന് വേണ്ടി D2 ചിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 6700 വേപ്പർ കൂളിംഗ് ചേമ്പറും വരുന്നുണ്ട്. ദെൻ USB 3.2 ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ സീറോ ഹീറ്റിംഗ് ഇഷ്യൂസ് ആൻഡ് പെർഫെക്റ്റ് ഫോർ ഗെയിമേഴ്സ്. സോ പെർഫോമൻസ് വൈസ് നമുക്ക് ഈ ഒരു ഫോണിന് 9.5 ഔട്ട് ഓഫ് 10 കൊടുക്കാം. ദെൻ കമ്മിങ് ടു ബാറ്ററി ആൻഡ് ചാർജിംഗ്, ദ നെക്സ്റ്റ് സർപ്രൈസ്. അതിനു മുമ്പ് 95% ഓഫ് ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ ബാക്ക് ടു ദ പോയിന്റ്, 7560 mAh ബാറ്ററിയോട് കൂടിയാണ് ഈ ഒരു മൊബൈൽ വരുന്നത്. 100 watts വയർഡ് ചാർജിംഗ്, 50 watts വയർലെസ് ചാർജിംഗ്, എന്തിന് 22.5 watts റിവേഴ്സ് വയർലെസ് ചാർജിംഗും ഉണ്ട്. ചാർജിംഗ് എല്ലാം സൂപ്പർ ക്വിക്ക് ആണ്. അതുപോലെ തന്നെ ബാറ്ററി എ മാസീവ് വൺ. സോ ബാറ്ററി ആൻഡ് ചാർജിംഗ് വൈസ് നമുക്ക് ഈ ഒരു ഫോണിന് 9.5 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കാം. ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് ഈ ഒരു മൊബൈൽ വരുന്നത്. 50MP പ്രൈമറി, 50MP അൾട്രാ വൈഡ് ആൻഡ് 50MP ടെലിഫോട്ടോ. 5x ഒപ്റ്റിക്കൽ ആൻഡ് 100x ഹൈബ്രിഡ് സൂം തരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 32MP ആണ് വരുന്നത്. നാച്ചുറൽ ആൻഡ് ക്ലീൻ സെൽഫീസ് കിട്ടുന്നുണ്ട്. പോർട്രേറ്റ്സ് എല്ലാം ഷാർപ്പാണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറും ഡീസന്റ്. അതുപോലെ തന്നെ കളേഴ്സ് എല്ലാം വെൽ ബാലൻസ്ഡ് ആണ്. ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇമേജ് ക്വാളിറ്റി സോളിഡ് ആണ്. ദെൻ ലോ ലൈറ്റ് ചെറുതായിട്ടൊന്ന് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ പ്രൈമറി ക്യാമിൽ നിങ്ങൾക്ക് 8K 30 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാം. ദെൻ എല്ലാ ലെൻസിലും നിങ്ങൾക്ക് 4K 30 FPS റെക്കോർഡ് ചെയ്യാം. ടെലിഫോട്ടോ 4K 60 FPS റെക്കോർഡ് ചെയ്യാം. സോ ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ഓൾറൗണ്ടർ തന്നെയാണ്. സോ 8.5 ഔട്ട് ഓഫ് 10. ദെൻ സോഫ്റ്റ്വെയർ ആൻഡ് UIയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഫോൺ വരുന്നത് HyperOS ബേസ്ഡ് ഓൺ Android 16 ആണ്. ചൈനീസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്ട്രാ ആപ്സ് ഉണ്ട്. ഇതിനെല്ലാം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇന്ത്യൻ വേരിയന്റിലേക്ക് വരുമ്പോൾ മേ ബി ക്ലീൻ ആയിട്ടുള്ള ഒരു UI നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ HyperOS സ്മൂത്ത് ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ ബിൽഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ സോഫ്റ്റ്വെയർ വൈസ് നമുക്ക് ഈ ഒരു ഫോണിന് 8 ഔട്ട് ഓഫ് 10 കൊടുക്കാം. സോ ഫൈനൽ തോട്ട്സ്, Redmi K90 Pro Max, ഫ്ലാഗ്ഷിപ്പ് സ്പെക്, വൈൽഡ് ഓഡിയോ സെറ്റപ്പ്, മാസീവ് ബാറ്ററി, ക്രേസി ഫാസ്റ്റ് ചാർജിംഗ്, ഇതെല്ലാം കൂടെ 50K ബഡ്ജറ്റിൽ ഈ ഒരു മൊബൈൽ വരികയാണെങ്കിൽ 50K ബഡ്ജറ്റിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ ആയിരിക്കും ഇത്. സോ ഓവറോൾ ആയിട്ട് നമുക്ക് ഇതിന് റേറ്റ് ചെയ്യുകയാണെങ്കിൽ 9 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കാം. ഈ ഒരു സ്പെക്കിന് അതും കറക്റ്റ് ആയിട്ട് പ്രൈസ് ചെയ്യുകയാണെങ്കിൽ. ഒരുപാട് കാലത്തിന് ശേഷമുള്ള ഈ ഒരു K സീരീസിന്റെ കംബാക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഇതുപോലത്തെ 5 minutes റിവ്യൂ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് റെഗുലർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുള്ളൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ.
ബൈ ഫോർ നൗ.